നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS. ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു ബോർഡാണ്. സോ ഇവിടെ നമുക്ക് കുട്ടികൾക്ക്, പഠന പ്രയാസമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി സഹായകരമാകുന്ന രീതിയിൽ നമുക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യാനും സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനും, അതേപോലെ ഏതെങ്കിലും കാരണവശാൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠനം ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികൾക്കൊക്കെ 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ പരീക്ഷ എഴുതിയെടുക്കാനും, അതേപോലെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്കോപ്പുമാണ് NIOS വഴി ഓരോ കുട്ടികൾക്കും ലഭിക്കുന്നത്. അപ്പം ചില കുട്ടികൾക്ക് പഠനം ചിലപ്പോൾ ഒരു സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, സ്കൂളിലൊക്കെയുള്ള പഠന രീതികൾ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ NIOS എന്ന് പറയുമ്പോൾ അത് നമുക്ക് വീട്ടിലിരുന്ന് ഫ്ലെക്സിബിളായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാം. അതുമല്ലെങ്കിൽ NIOS സ്റ്റഡി സെൻറ്ററുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു സിലബസിലുള്ള പഠിത്തം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് അവരുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാം എഴുതി അവർക്ക് ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ 2 വിഷയത്തിലോ അവർക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ല, അവർ തോറ്റു പോയെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അത് എഴുതിയെടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൂടി NIOS-ലുണ്ട്. NIOS എന്ന് പറയുമ്പം ഇത് ഇക്വലൻ ടു മറ്റുള്ള ബോർഡ് പോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കോ CBSE-ലോ ICSE-ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന അതേ പ്രിഫറൻസും എലിജിബിലിറ്റിയും തുടർ പഠനത്തിനും, അതല്ല ഇനി എബ്രോഡ് പോയി മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെങ്കിലൊക്കെ തന്നെയും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസോ അതുപോലെ എൻട്രൻസ് എക്സാംസോ ഒക്കെ എഴുതുന്നതിനും, അതേപോലെ ഗവൺമെൻറ് ജോബിന് അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെയും ഇത് എലിജിബിലിറ്റി ഉള്ളതാണ്. പഠന പ്രയാസമുള്ളവർക്കോ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻ്റ് ആയ കുട്ടികൾക്കോ മാത്രമല്ല കേട്ടോ, അല്ലാതെയും നമ്മൾ ഈ സ്പോർട്സ് താരങ്ങൾ, അതേപോലെ സിനി ഫീൽഡിൽ അല്ലെങ്കിൽ കലാകായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെയും അവരുടെ പഠനം പാതി വഴിയിൽ വെച്ചിട്ട് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് 10th-ഉം +2 ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാംസ് എഴുതിയെടുക്കുന്നതിനായിട്ട് NIOS സഹായകരമാവും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ പഠന പ്രയാസമോ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ NIOS ബോർഡിൽ പതുക്കിനെ സ്ലോ ആയിട്ട് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് എക്സാംസ് എഴുതി അവർക്ക് ആ ഒരു എക്സാം 10th +2 എക്സാംസ് ഇക്വലൻ്റ് ആയിട്ട് പാസ്സാവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS വഴി ലഭിക്കുക.